ഈ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം നമ്മുടെ മുൻപിലുണ്ടല്ലോ. അതിനെ തുടർന്ന് പാലോട് രവിയുടെ രാജി എഴുതി വാങ്ങുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഈ ഫോൺ വിവാദത്തിൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഫോൺ സംഭാഷണം പുറത്തായത് അന്വേഷിക്കും. അന്വേഷണ ചുമതല തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. നോക്കാം എന്താണ് കോൺഗ്രസിന്റെ ഒരു സമീപനമെന്ന്. നൃപൻ തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. നൃപൻ, അതായത് ഈ ഫോൺ സംഭാഷണം എങ്ങനെ പുറത്തായി എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണോ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണോ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായും മനു, ഈ പാലോട് രവിയുടെ ടെലിഫോൺ സംഭാഷണം വലിയ തരത്തിൽ കോൺഗ്രസിന് വെട്ടിലാക്കിയ സംഭവമാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷിക്കാൻ KPCC അച്ചടക്ക സമിതിയുടെ ചെയർമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇത് എത്രയും വേഗം ഇത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് തിരുവഞ്ചൂരിന് KPCC നൽകിയിട്ടുള്ള ചുമതല. ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ക്ഷീണമാണ് പാർട്ടിക്കുണ്ടായത്. കാരണം ഇത് ഈ ഒരു സംബന്ധിച്ച ടെലിഫോൺ സംഭാഷണത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വീണ്ടും മൂന്നാമതും LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും, കേരളത്തിൽ LDFന് അനുകൂലമായ സാഹചര്യമാണ് എന്ന പാലോട് രവി തുറന്നു പറഞ്ഞ ഭാഗമാണ്. അത് ആ പാർട്ടി പ്രവർത്തകർക്ക് വലിയ തരത്തിൽ നിരാശ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇത്തരത്തിലൊരു ഫോൺ സംഭാഷണം ഒരു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി, വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A ജലീലുമായാണ് പാലോട് രവി സംസാരിച്ചത്. അതെങ്ങനെയാണ് ചോർന്നു പോയതെന്നത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. മാത്രമല്ല, ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ച് കണ്ടെത്തണമെന്നതാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് KPCC നൽകിയിട്ടുള്ള നിയോഗത്തിൽ പറയുന്നത്. പക്ഷേ ഈ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള A ജലീൽ വെഞ്ഞാറമൂട് പോലീസിന് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ട്. താനല്ല ഈ ഫോൺ ചോർത്തിയത്. താൻ ഈ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് തലേക്കുന്നിൽ ബഷീർ ഫൗണ്ടേഷൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷൻ പാലോട് രവിയെ വിളിച്ചിരുന്നു. പാലോട് രവി വിളിച്ചപ്പോൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കുമ്പോഴാണ് മറ്റു പല കാര്യങ്ങളും പറഞ്ഞത്. ഇത് ക്ഷണിച്ചു എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ അവിടെ തന്നെ ബ്ലോക്കിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രതീഷിന് താൻ ഇത് അയച്ചു കൊടുത്തു. രതീഷ് മറ്റ് നേതാക്കൾക്ക് ഇത് ഫോർവേഡ് ചെയ്താണ് ഇങ്ങനെ ഈ വോയിസ് ലീക്കായത്. അല്ലാതെ താൻ നേരിട്ട് ഇത്തരത്തിൽ ബോധപൂർവം ഈ പറഞ്ഞ ഫോൺ സംഭാഷണം ലീക്ക് ചെയ്തതല്ല, പുറത്തുവിട്ടതല്ല എന്നതാണ് ജലീലിൻ്റെ വാദം. ജലീൽ ഇപ്പോൾ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ വലിയ തരത്തിൽ സൈബർ ആക്രമണം വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്, താൻ ഈ കാര്യത്തിൽ ഉത്തരവാദിയല്ല എന്നതാണ് A ജലീലിൻ്റെ വാദം. പക്ഷേ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് KPCCയുടെ തീരുമാനം. അതിൻ്റെ ചുമതലയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നൽകിയിട്ടുള്ളത്. മനു, ശരി. ഏതായാലും ഇപ്പോൾ ഈ ഫോൺ ചോർന്നതിൽ, ഫോൺ സംഭാഷണത്തിൽ അന്വേഷണത്തിന് KPCC തീരുമാനിച്ചിരിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫോണിന്റെ മറുതലക്കിലുണ്ടായിരുന്ന ജലീൽ എന്ന് പറയുന്ന ബ്ലോക്ക് സെക്രട്ടറി, അദ്ദേഹം ഈ ഫോൺ ചോർത്തിയതിന് എതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നു. വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ പോലീസിലേക്ക് കൂടി എത്തുകയാണ് സംഭവങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ.